ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പോൾ എസ്റ്റർഡേ എന്തായാലും ഷാനൂഖ് ഖാൻ്റെയും മനീഷ് ചേട്ടൻ്റെയും ഡാൻസ് കാണാത്തവരായിട്ട് ആരും കാണില്ല. എന്നാലും ചില ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ല എന്നുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഇട്ട് തരാം. ആൻഡ് ഓൾസോ ടൈം സ്റ്റാമ്പ് 6 മണിക്കൂറിൻ്റെ പ്രോഗ്രാമാണ്, ലൈവായിരുന്നു അത്. ആൻഡ് കമൻറ്റിലല്ല, പോസ്റ്റിൽ ഞാൻ ഓൾറെഡി ലൈവിൻ്റെ ആ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പലരും അത് കണ്ടില്ല എന്ന് തോന്നുന്നു. എനിവേ, കണ്ടവർ പ്ലീസ് കമൻറ്റ്. അതായത് എങ്ങനെ ഉണ്ടായിരുന്നു, ഹൗ വാസ് ദ ഡാൻസ്? ശരിക്കും പറഞ്ഞാൽ ഗൂസ് ബംസ് ആയിരുന്നു. ബിക്കോസ് അനീഷ് ഏട്ടന് ആക്ച്വലി ഡാൻസ് അറിയത്തില്ല, പക്ഷേ ഹി വാസ് സോ കംഫർട്ടബിൾ വിത്ത് ഷാനുഖായിട്ട് വരുമ്പം അറിയാമല്ലോ, ഷാനുഖായിട്ടുള്ളൊരു സംസാരം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ സന്തോഷം വരും. ബിക്കോസ് ഹി ഈസ് വെരി ഹാപ്പി വിത്ത് ഹിം. ഒരു പോസിറ്റീവ് എനർജിയാണ് ഷാനുഖായിട്ട് അനീഷ് ഏട്ടൻ നിൽക്കുമ്പോൾ തന്നെ. സോ അവരുടെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഷാനുഖയുടെ ആക്ഷൻസ്, ഹിസ് സ്റ്റൈൽ, ശരിക്കും ഒരു ഗൂസ് ബംസ് വരുന്നുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, കണ്ട എല്ലാവർക്കും വന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചവരുണ്ട്, കമൻറ്റിൽ പറഞ്ഞിട്ടവരുണ്ട്. അപ്പം ഫ്രം ദ ഫസ്റ്റ് മൊമെൻറ്റ് ഇറ്റ് സെൽഫ് അത് ബിഗ് ബോസിലെ ഓരോ ഡയലോഗ് വെച്ച് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത്. ആൻഡ് ദ കൊറിയോഗ്രാഫിങ് വാസ് ഓൾസോ വെരി ഗുഡ്. ആൻഡ് ആ ഒരു തീം പോയതും ഭയങ്കര നല്ലതായിരുന്നു. ഐ ലവ് മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തീം പോയത് ഭയങ്കര നല്ലതായിരുന്നു. ആൻഡ് ഓൾസോ അറ്റ് ലാസ്റ്റ് കഴിഞ്ഞു, റനീഷ ആയിരുന്നു ആങ്കർ. എബൌട്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ഷാനവാസിക പറഞ്ഞൊരു കിടിലം മറുപടിയുണ്ട്. അതായത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണെന്ന് കൂടെയുള്ളവർ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഗെയിമിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മറുപടിയാണ് അത്. ഇവരുടെ, അതായത് ഷാനുഖയുടെയും അനീഷേട്ടൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്, അതല്ല എന്ന് ഞങ്ങൾക്ക് അറിയിച്ചു കൊടുക്കേണ്ടത്. അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ആൻഡ് ഓൾസോ ഷാനുഖ ആൻഡ് അനീഷേട്ടൻ ഓൾസോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അതായത് ഇങ്ങനൊരു ഡാൻസ് പെർഫോമൻസ് അത്രയും ആൾക്കാരുടെ ഫ്രണ്ട് വെച്ച് ആദ്യമായിട്ടാണ് അനീഷേട്ടൻ പെർഫോം ചെയ്യുന്നത്. അത് ഏറ്റവും അടുത്ത നൻപൻ്റെ കൂടെ തന്നെ ആകുമ്പം അതിന് ഇരട്ടി മധുരം ഉണ്ടെന്നാണ് അനീഷേട്ടൻ പറഞ്ഞത്. ആൻഡ് ഓൾസോ അനീഷേട്ടൻ ഷാനവാസിക്കയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എബൌട്ട് എങ്ങനെയുണ്ട് തൃശ്ശൂരിൻ്റെ ആൾക്കാരും എങ്ങനെയുണ്ട്. സത്യം പറഞ്ഞാൽ അനീഷേട്ടൻ്റെ വീടിൽ നിന്ന് വെറും 8 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ TCV യുടെ ഒരു ഗ്രാൻഡ് സെറിമണി ആയിരുന്നു, ഇനോഗ്രേഷൻ സെറിമണി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാംസ് ആയിരുന്നു. ഇതിൽ ബിന്നി, നെവിൻ അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ സരിക ചേച്ചിയുടെ നാടൻ പാട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി എല്ലാം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയൽസിൻ്റെ ഒരുപാട് പുതിയ സീരിയൽസിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ വന്ന്. പിന്നെ ഓൾസോ കേരള വിഷൻകാരുടെ അല്ലെങ്കിൽ TCVക്കാരുടെ മൊമെൻറ്റ് കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കഴിഞ്ഞ് ഏകദേശം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഏകദേശം ലാസ്റ്റ്, അതായത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലാസ്റ്റ് ഓർ തേർഡ് ലാസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഇവരുടെ. അപ്പോൾ അത്രത്തോളം വെയിറ്റ് ചെയ്ത് എന്താ വരുന്നില്ലേ എന്നൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. എനിക്ക് മെസ്സേജ് ആക്കിയിട്ടവരുണ്ട്, കാത്തിരുന്ന് മടുത്തു, ഇതെന്താ വരാത്ത അവരുടെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിലേക്കായിരുന്നു അവർ കൊണ്ടുവച്ചിരുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഏകദേശം 9:52 PM ശരിയും പറഞ്ഞാൽ ഒരു ഡാൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എങ്ങനെയുണ്ട് ഈ തൃശ്ശൂരുകാരെന്നുള്ള ചോദ്യത്തിന് ഷാനവാസിക കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ, തൃശ്ശൂരുകാർ, അതായത് അങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസും തൃശ്ശൂരുകാരും എനിക്കൊരു മാണിക്യത്തിനെയാണ് തന്നേക്കുന്നത്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും എത്രത്തോളം അവർ ഹാപ്പിനെസ് അനുഭവിക്കുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ. ആ ഒരു ബോണ്ടിങ്ങിൽ അനീഷേട്ടൻ്റെ മുഖം ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പ്രസരിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഷാനവാസിക കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത്രത്തോളം അനീഷേട്ടൻ ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കുന്നത്. അപ്പം ആ ഒരു ബോണ്ടിങ് നമുക്ക് ശരിക്കും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എത്രത്തോളം പേര്, ഈവൻ ജിഷിൻ, ഷാനവാസികയുടെ അടുത്ത ഫ്രണ്ടായ ജിഷിൻ പോലും പുറത്തിറങ്ങിക്കഴിഞ്ഞ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ്, അതിന് വേണ്ടിയിട്ട്, ഗെയിമിന് വേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ കാണിച്ചു. അവർ പറയുന്നുണ്ട് അതിൽ, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്നുള്ളത്. അത്രത്തോളം ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയതിൽ, ബിഗ് ബോസ് എന്ന വലിയ ഷോയിൽ നിന്നും എനിക്ക് ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയതിന് ഞാൻ വലിയ ഭാഗ്യം ചെയ്തിരിക്കുന്നു എന്നാണ് അനീഷേട്ടൻ പറഞ്ഞിരിക്കുന്നത്. പലരും ഇപ്പോഴും ഷാനവാസിക്കയെ പറ്റി ഡീഗ്രേഡും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആൾ ഭയങ്കര ഷോ ആണ്, ഈ കാണിക്കുന്നതൊക്കെ വെറുതെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂടെ നിൽക്കുന്നവർക്ക്, വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ വില എന്തായാലും മനസ്സിലാക്കാൻ പറ്റും.
അതേപോലെ തന്നെ അനീഷേട്ടനും ഈ 90 ദിവസം അല്ലെങ്കിൽ 100 ദിവസം അനീഷേട്ടൻ കണ്ട് ഷാനവാസിക്ക, അതായത് അകത്തും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, പുറത്തിറങ്ങിയിട്ടും ഫ്രണ്ട്ഷിപ്പ് ആവണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പം എല്ലാവരും കാത്തിരുന്ന ആ ഒരു ഡാൻസ്. ആൻഡ് ഓൾസോ ഞാൻ കമൻറ്റ് നോക്കിയപ്പം ഈവൻ ഇൻ ലൈവ് ടു എല്ലാവരും അനീഷ് എവിടെ, ഷാനവാസ് എവിടെ എന്നല്ല, രണ്ടുപേരും ഒന്നല്ലേ, രണ്ടുപേരും എവിടെ എന്നുള്ള ചിന്തയാണ്. അപ്പം അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ് തന്നെയാണ് ഫാൻസുകൾ തമ്മിലൊരു ബോണ്ടിങ് എന്ന് പറയുന്നത്. ഒരാളെ ഡിഗ്രേഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ മറ്റേ ആളെ അങ്ങനെയൊന്നുമില്ല. വേറെ പല PR-കളും മറ്റുള്ള ആൾക്കാരെ ഡിഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ ഫാൻസ് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഗ്രേഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഓൾസോ ലൈവ് കഴിഞ്ഞ് അത് ടെലികാസ്റ്റ് ആ ഒരു ചാനലിൽ ഫുള്ളായിട്ട് കാണുമ്പോൾ അതിൻ്റെ ഫുൾ കമൻറ്റ് എന്ന് പറയുന്നത് ഫുള്ളി ഷാനവാസിക്ക അനീഷേട്ടൻ്റെ ഡാൻസിനെ പറ്റി മാത്രമുള്ള കമൻറ്റുള്ള ഒരു 6 മണിക്കൂറിൻ്റെ വീഡിയോ ആണത്. ആ 6 മണിക്കൂറിൻ്റെ വീഡിയോയിലും ആകപ്പാടെയുള്ള കമൻറ്റ്സ് ഫുള്ളെന്ന് പറയുന്നത് ഷാനവാസിക്കയുടെ അനീഷേട്ടൻ്റെ ഡാൻസ് എവിടെയാണ്, എത്ര ടൈം സ്റ്റാമ്പിലാണ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അത്രത്തോളം ജനമനസ്സുകളുടെ ഒരു ഹൃദയത്തിൽ ഇടം നേടാനായിട്ട് ഈ 2 ആൾക്കാർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് സാധിച്ചു. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം മൂല്യമാണ് സൗഹൃദങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലാസ്റ്റായിട്ടും പാട്ടുണ്ടായിരുന്നു. അതിലും വന്ന് ഷാനവാസിക്കയും അനീഷേട്ടനും ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. എനിവേ ദി പെർഫോം വെൽ എന്ന് ഞാൻ പറയത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു ഗൂസ് ബംസ്. ഞാൻ ഒരുപാട് തവണ ആ ഒരു വീഡിയോ കണ്ടു, അവരുടെ ഡാൻസ് പെർഫോമൻസ് വീഡിയോ കണ്ടു. പലരും കണ്ടു, സ്ക്രീൻ റെക്കോർഡ് ചെയ്തവരുണ്ട്, പിന്നെയും ഇരുന്ന് കാണുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റൈലും ഗ്ലാമറും എന്താ പറയുക, അതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നല്ലതായിരുന്നു. കണ്ണ് കിട്ടാതിരിക്കട്ടെ. ഓക്കെ, നോ ഈവിൾ ഐസ്. ഓക്കെ, എനിവേ അപ്പോൾ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര മൂല്യമായിട്ടുള്ള കാര്യമാണ്. അത് 2 പേർക്കും നന്നായിട്ട് അറിയാം. ആൻഡ് ഷാനവാസിക്ക് ഓൾറെഡി കുറേ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഷാനവാസിക്കയുടെ വീഡിയോസിൽ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒത്തിരി അടുത്ത് നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് ഒരുപാട് പേരെ ട്രസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഷാനവാസിക്ക. അപ്പം എന്തായാലും ഇവർ തമ്മിലുള്ള ബോണ്ട് എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിവേ സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്.